നമസ്കാരം. അയ്യപ്പനും വാവരും എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അയ്യപ്പനും വാവരും എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കോൺട്രവേഴ്സികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാവർ എന്ന് പറയുന്നത് മിഥ്യാ കഥാപാത്രമാണ്, വാവരില്ല എന്നും വാവരൊരു ഭൂതഗണമാണെന്നൊക്കെ പറഞ്ഞ് പല വിഷം തുപ്പുകയും പലതരത്തിലുള്ള വർഗീയത പടർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഞാനൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വർഷങ്ങളായി വരുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിലെ ഒരു കാഴ്ചയാണിത്. വർഷങ്ങളായി ഓരോ പ്രദേശത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ് അയ്യപ്പൻ വിളക്ക്. വൃശ്ചിക മാസത്തിലാണ് ഓരോ പ്രദേശത്തും ഇങ്ങനെ ഒരു ആഘോഷം അരങ്ങേറുന്നത്. ഇതിൻ്റെ ഭാഗമായി നടക്കുന്നതാണ് വാവനും അയ്യപ്പനും തമ്മിലുള്ള കളി, അല്ലെങ്കിൽ തട്ടും തടവും എന്നൊക്കെ ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പല പ്രദേശങ്ങളിലും ഇത് നടത്തി വരുന്നുണ്ട്. അയ്യപ്പനും വാവനും തമ്മിലുള്ള സൗഹൃദത്തെ കാണിക്കാനാണ്. ഇപ്പോൾ ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിൽ രണ്ട് ക്ഷേത്രവും ഒരു പള്ളിയുമാണ് അവർ കുരുത്തോല കൊണ്ട് നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് ഇപ്പോൾ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടർത്തിക്കൊണ്ട് ആളുകൾക്കിടയിൽ വർഗീയത തുപ്പിക്കൊണ്ട് ഓരോരുത്തരും മുന്നോട്ട് വരുന്നത്. വിഷമമുണ്ട്, ഭയമുണ്ട് കൂടെ. എന്തിനാണ് ഇത്തരത്തിൽ ആളുകൾക്കിടയിൽ ഇങ്ങനെ വിഷം കുത്തിവെക്കുന്നത് എന്ന കാര്യം ചിന്തിച്ചിട്ട് വിശ്വഹിന്ദു പരിഷത്ത് ഇത് 3 ദേവപ്രശ്നങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ്. വാവര് അയ്യപ്പനെ സഹായിക്കാനെത്തിയ ഭൂതഗണമാണെന്നും വാവര് നട പൊളിച്ചു കളയണമെന്നും സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പറഞ്ഞു. വാവര് പള്ളിയിൽ കയറുന്നതോടെ യഥാർത്ഥ അയ്യപ്പന്മാരുടെ വ്രതം മുറിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേവഹിതം അറിയാനാണ് ആ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം എടുക്കുന്നത്. കാരണം ഭഗവാൻ ഒരിക്കലും നേരിട്ട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അവർ ആ വാവരെ നടക്കാൻ അവിടുന്ന് ഭസ്മമാണ് കയറുന്നോടിയ വ്രതം മുടങ്ങില്ല. ഈ സാമുദായിക സംഘടനകളൊക്കെ തന്നെ പണ്ട് പറഞ്ഞിരുന്നു, തങ്ങളുടെ ആരാധനാ രീതികൾ സംരക്ഷിക്കണം, ഐതിഹ്യങ്ങൾ സംരക്ഷിക്കണം, ഇതെല്ലാം സംരക്ഷിക്കണമെന്ന് പറഞ്ഞവർ എന്താണ് ഇപ്പോൾ ഈ വാവര് പള്ളി പൊളിച്ചു കളയണമെന്ന് പറയുന്നത്? ഇതിന് പിന്നിലുള്ള സ്വാർത്ഥ താല്പര്യം എന്താണ്? എന്തിനാണ് വെറുതെ സാധാ പാവം മനുഷ്യർക്കിടയിലേക്ക് വിഷപ്പുക തുപ്പുന്നത്, അവർക്കിടയിൽ വർഗീയത പടർത്തുന്നത്? അവർ ശാന്തരായി ജീവിച്ചു പോവട്ടെ. എല്ലാവരുടെയും രക്തം ചുവപ്പ് തന്നെയല്ലേ? ആ പള്ളി അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ആർക്കാണ് നഷ്ടം, ആർക്കാണ് ദോഷം? അവിടെ വിശ്വാസമുള്ളവർ പോവട്ടെ, ഇല്ലാത്തവർ പോവണ്ട. അതങ്ങനെ വെച്ചാൽ പോരെ? എന്തിനാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നത്, ആളുകൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്? ഒരു സോദര അയ്യപ്പ എന്ന് പറയുന്നത് അയ്യപ്പ ഭജനയിലെ ഒരു വരിയാണ്. ഇത്രനാളും വാവരും അയ്യപ്പനും സൗഹൃദവും ഒക്കെ കൊണ്ടാടിയ ആളുകളാണ് നമ്മളെല്ലാവരും. ഉടൻ തന്നെ ഒരു കൂട്ടർ ഒരു പ്രസ്താവന ഇറക്കുന്നു, വാവര് പള്ളിയില്ല, അത് പൊളിച്ചു മാറ്റണം, വാവരൊരു ഭൂതഗണമാണ്, ദൈവപ്രശ്നത്തിൽ പറഞ്ഞു അത് ഒരു ബന്ധമില്ല എന്ന്. ആളും തെളിയാത്ത ദൈവപ്രശ്നത്തിൽ ഇപ്പോൾ എങ്ങനെ ഇത് തെളിഞ്ഞു? ദയവ് ചെയ്ത് നിർത്തൂ സഹോദരന്മാരെ. ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഇത് ഭീതി പടർത്തും, ആശങ്ക പടർത്തും, അവർക്കിടയിൽ വിള്ളലുണ്ടാക്കും. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർത്തൂ. താങ്ക് യു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.